ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുമതി വളവെന്ന മലയാള സിനിമ ഉണ്ട് കേട്ടോ. വളരെ നല്ല മൂവിയാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്. 2.5 മണിക്കൂർ ഒരല്പം പോലും ബോറടിപ്പിക്കാതെ നല്ല സ്റ്റൈലാണ് കൊണ്ടുവരിക്കുന്ന പടമാണ്. അതായത് അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും കോറിയോഗ്രാഫി ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും അതിൻ്റെ വസ്ത്രാലങ്കാരമായാലും അങ്ങനെ ഓൾ ഇൻ ഓൾ നല്ല പെർഫോമൻസ് ചെയ്തിരിക്കുന്ന പടം. നല്ല സസ്പെൻസ് ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന പടമാണ്. ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ്. കേരളത്തിലെ പ്രേക്ഷകർ 100% തിയേറ്റർ വാച്ച് പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. കാരണം തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് പൾസ് കിട്ടുള്ളൂ. ഒരു 1985 95 98 നമ്മൾ 2000 താഴെ 95 98 വരെ നമ്മുടെ നാട്ടിൽ വൈദ്യുതി ബൾബൊന്നും അധികം വരണതിന് മുൻപുള്ള പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. ആ ചിത്രം ആ കാലത്തുള്ള കഥ വളരെ സസ്പെൻസായിട്ട് നല്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, അല്ലാതെ ഒരു പർപ്പസ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ല. ആ കാലഘട്ടം നല്ലപോലെ ചിത്രീകരിച്ചിട്ട് അതിലൊരു പൊട്ട് വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് കുത്തിയിരിക്കുന്നത് പോലും നല്ല സ്റ്റൈലായിട്ട് ആർട്ട് ഡയറക്ടറും മേക്കപ്പ് മാനും ഒക്കെ വളരെ ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറോളിൽ ചെറിയ ബഡ്ജറ്റിൽ 7 കോടി രൂപ ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന സിനിമ വളരെ എക്സലൻ്റ് ആണ്. ഇത് തെലുങ്കിലും കന്നഡയിലോട്ടൊക്കെ മൊഴിമാറ്റം ചെയ്ത ഈ പടം നല്ല വിജയമായിരിക്കും. ഇതിനൊരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും വരട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ അതൊരു ഹെവി ലെവലിലോട്ട് ആ പടം വലിയ ബഡ്ജറ്റിൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് പാനലിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള പടമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നല്ല എക്സലൻറ്റ് ഡയറക്ഷൻ എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമും ഒക്കെ അത്ര ബെറ്ററാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ പോയി സിനിമ കാണുക. അങ്ങനെ ഈ പടത്തിൻ്റെ സ്റ്റോറിയിൽ അതിനിപ്പോൾ ഈ 85 ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള കഥകളൊക്കെ രസകരമായ കഥകളാണ്. കാരണം എൻ്റെയൊക്കെ ബാല്യകാലത്തുള്ള കഥകളാണ്. ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നും. കാരണം വൈദ്യുത വിളക്കും നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി വളരെ സജീവമായതോടുകൂടി നമ്മുടെ ഈ പിശാചുകളെ ഒന്നും ഇപ്പോൾ കാണാൻ കിട്ടില്ല, ഈ യക്ഷിമാരെയൊന്നും. കാരണം അങ്ങനെ ഒരു നമ്മുടെ മനസ്സിനെ പ്രകോപിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പേടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയും അതിനകത്തുള്ള ജീവിതവും ഗ്രാമപശ്ചാത്തലവും എല്ലാം കൂടെ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഞാൻ ഈ സിനിമ കണ്ടു. ഇതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. നൊബക് പ്രപഞ്ചം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കാണാം. നാളെ രാവിലെ ഇത് അപ്ഡേറ്റ് ചെയ്യും. നൊബക് പ്രപഞ്ചം ചാനലിൽ നിങ്ങൾ റിവ്യൂ കാണുക. മസ്റ്റ് തിയേറ്ററിൽ വാച്ചായിട്ട് കാണുക. സൈനിങ് ഓഫ്, നൊബക് സോളോ.